ഹലോ, ഞാൻ ഈ കഴിക്കുന്നത് പൊറോട്ടയും നല്ല ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അത് ഞാൻ തനിയെ കുക്ക് ചെയ്തതാണേ. വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ക്രേവിങ്സൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ചിക്കൻ റോസ്റ്റ് കഴിക്കാനായിട്ട് തോന്നി. ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിന് തന്നെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൽ കടുക്, വറ്റൽമുളക് ഇട്ട് സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റി ഈ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, പേസ്റ്റല്ല, ചതച്ചത് ഇടുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഈ ചിക്കനിൽ ചേർത്തിരിക്കുന്ന മസാല എന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളമെല്ലാം വന്നിരിക്കും. എന്നിട്ട് ഞാൻ കുറച്ച് നല്ല തിളച്ച വെള്ളം ഒരു അര ഗ്ലാസ് ഞാൻ ഒഴിച്ച് നന്നായിട്ട് ചിക്കൻ എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല, പിന്നെ ചിക്കൻ മസാലയും കൂടെ ഓരോ സ്പൂണാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ അത് റെക്കോർഡായില്ല ഇതിൽ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ലാസ്റ്റായിട്ട് കറിവേപ്പിലയും കുറച്ച് സവാളയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ സവാള വെന്ത് പോകരുത്, ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിടക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുമില്ല, കഴിച്ചാൽ മതി. ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ ഇഷ്ടം. സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നത്തില്ല. പക്ഷേ കൊള്ളായിരുന്നു. വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്തോളൂ. പിന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.